ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഭാഗം 1. രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഈ പുതിയ പാഠത്തിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ആദ്യത്തെ പാഠം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് വളരെ ഭംഗിയായി നിങ്ങൾ മനസ്സിലാക്കി, അതിലെ കോൺസെപ്റ്റൊക്കെ പഠിച്ചു, ഡെറിവേഷൻ ഗോസസ് ലോ വരെയുള്ള ഡെറിവേഷൻ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ആ പേര് പോലെ തന്നെ നമ്മൾ പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ വ്യതിയാനം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, കപ്പാസിറ്റൻസ് എന്താണ് എന്നുള്ളതിനെ പറ്റി പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ പാഠത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പൊട്ടൻഷ്യൽ. എന്താ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഏതൊരു പോയിന്റിലോട്ടാണോ കൊണ്ടുവരേണ്ടത് അവിടെ ചെയ്യുന്ന വർക്കിന് വിളിക്കുന്ന പേരാണ്, പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന കോൺസെപ്റ്റ് പഠിച്ചു, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്. എന്താ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ വർക്ക് തന്നെയാണ്. എന്തിനെ കൊണ്ടുവരേണ്ടത്? വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക്. എവിടെ നിന്ന് കൊണ്ടുവരാനുള്ള വർക്ക്? ഫ്രം ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവരാനുള്ള വർക്ക്. എവിടേക്ക്? ടു ദാറ്റ് പോയിന്റ്. എവിടെയാണോ നമ്മൾ വേറൊരു ചാർജിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു വർക്ക് ബൈ ചാർജ്. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ കുഞ്ഞു കുട്ടികളല്ല, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളൊക്കെയായി ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഒരു പോയിന്റ് ചാർജ് കാരണമുണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയായിരിക്കാം എന്നുള്ള ചെറിയൊരു ഡെറിവേഷനിലുണ്ട്, ചെറിയൊരു ഫോർമുല നിങ്ങൾ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ചാർജ് ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. കണ്ടോ, ക്യൂ എന്നൊരു ചാർജ് ഈ പോയിന്റിൽ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ പി എന്ന പോയിന്റിലോട്ടാണ് നിങ്ങൾ ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇതാണ് പി എന്ന പോയിന്റ്. അപ്പോൾ ക്യൂ എന്ന ചാർജ് എത്ര ഡിസ്റ്റൻസ് ഇരിക്കുകയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 6 ഡിസ്റ്റൻസ് അപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. എന്താ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ബൈ ഡെഫിനിഷൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് പി ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വേർ? ഫ്രം ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അങ്ങുന്നേ വരെയാണ്. കണ്ടോ, ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ് പി. ഈ പോയിന്റ് പി വരെ. അങ്ങനെ ഇൻഫിനിറ്റി എന്ന് വരും കേട്ടോ. കണ്ടോ, ഇൻഫിനിറ്റി എന്ന് വരികയാണ്. ഞാൻ ഇൻഫിനിറ്റി എന്ന് കാണിച്ചിരിക്കുകയാണ്, കാണാമല്ലോ നിങ്ങൾക്ക്. അങ്ങനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള മൊത്തം വർക്ക് ഒറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് അനുസരിച്ച് ഈ ഇൻഫിനിറ്റിയിൽ നിന്നും ഇത് വരുന്ന ഒരു പാത്തിലെ ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ എ എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു പോയിൻ്റാണ് എ. ഈ എയിൽ നിന്നും വേറൊരു പോയിന്റ് പിയിലോട്ട് എത്തിയിട്ടില്ല, ഈ പിയിലോട്ട് എത്തുന്ന വേറൊരു പോയിൻ്റാണ് ബി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന പോയിന്റ് ചാർജ് ഞാൻ അസ്യൂം ചെയ്യാണ് എ എന്നൊരു ചെറിയ പോയിന്റിൽ നിന്ന് ബിയിലോട്ട് എത്തി. അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു വർക്ക് ഞാൻ കണ്ടുപിടിക്കുകയാണ്. അപ്പം ഫിസിക്സിനകത്തുള്ളൊരു ചെറിയൊരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ നടക്കുന്ന ചെറിയ വർക്ക് കണ്ടുപിടിച്ചാൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മൊത്തം വർക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മുഴുവൻ വർക്കും ഒറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഫിസിക്സിലുള്ള ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെയുള്ള ചെറിയ പ്രവൃത്തി കണ്ടുപിടിക്കുന്നു. ആ ചെറിയ പ്രവൃത്തിയെ മാത്തമാറ്റിക്കൽ റൂൾ അനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെയുള്ള മുഴുവൻ വർക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ലെറ്റ് ദിസ് പോസിറ്റീവ് ചാർജ് ഈസ് അറ്റ് ദിസ് പോയിന്റ് എ. So I'm going to find out the work done to move it from this point A to B, right? എയിൽ നിന്ന് ബിയിലോട്ട്. ഓക്കെ, ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ, ഡി എക്സ് ഡിസ്റ്റൻസ് ആണ് എയിൽ നിന്ന്. ഇപ്പം പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുകയാണ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആ വില്ലൻ ഈ എ എന്ന് പറയുന്ന ആ പോയിന്റിലിരിക്കുകയാണ്. ഇനി ക്യൂവിൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഓക്കെ ആണല്ലോ, ക്യൂവിൽ നിന്നും ഈ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡിസ്റ്റൻസ് എക്സ്. ഇത്രയും നിങ്ങൾക്കറിയാം. ഓക്കെ, ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ആ ഫോർമുലയാണ്. അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ദിസ് പോയിന്റ് ചാർജ്. ഈ പോയിന്റ് ചാർജ് കാരണമുള്ള
ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണ്. ഓക്കെ, ഞാൻ ചെറിയ വർക്ക് കണ്ടുപിടിക്കാൻ വേണം. ഇവിടെ നിന്ന് എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാനുള്ള ചെറിയ വർക്ക് കണ്ടുപിടിക്കാമല്ലോ. വർക്കിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾക്കറിയാമെന്നുള്ള ഇക്വേഷനാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വളരെ ഭംഗിയായിട്ട് പഠിച്ച് വർക്ക് ചെയ്യുന്നു. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ സ്മോൾ വർക്കാണല്ലേ, അതുകൊണ്ട് ഞാൻ DW എന്ന് എടുത്തു. ഫോഴ്സ് എന്താ? ഫോഴ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സിന് വിളിക്കുന്ന പേരാണ്. കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E. ഡിസ്പ്ലേസ്മെൻറ്റ്, സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? dx. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ്. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയത് കാരണം നമ്മൾ -dx എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സിൻസ് ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ഫോഴ്സ്. സോ വാട്ട് ഈസ് DW? അപ്പം ഞാൻ എഴുതുകയാണ്. DW എന്ന് പറയുന്നത് സ്മോൾ വർക്ക് DW ഈസ് ഈക്വൽ ടു -E dx. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ബേസിക് ഇക്വേഷൻ ആണ് വർക്കിൻ്റെ ഇക്വേഷൻ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൽ നിന്നും സ്മോൾ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് dx. Why I am applying this minus sign? Since this displacement is against the force. So I am giving this as equation number 1, right? ഇനി ഈയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഈയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റിലുള്ള ഈ ഫോർമുലയിൽ എന്താ, ഈ ഫിഗറിൽ എന്താ നിങ്ങൾക്ക് ഈയുടെ ഇക്വേഷൻ കിട്ടുക? ഫോർമുല ഓർത്ത് വെക്കുക. എന്താ? 1/4πε0 ചാർജ്, ദാറ്റ് ഈസ് Q ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. എത്ര ഡിസ്റ്റൻസ് അപ്പുറത്താണ് നിൽക്കുന്നത്? R അല്ല, ഈ എ എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്നത് x ഡിസ്റ്റൻസ് ആണ്. സോ x സ്ക്വയർ. ക്ലിയർ? അപ്പോൾ അതോട് കൊടുത്ത് നോക്കിയാലോ. സോ DW ഈസ് ഈക്വൽ ടു -1/4πε0. ഈയുടെ വാല്യൂ മൈനസ് ഉണ്ട്, ഈയുടെ വാല്യൂ 1/4πε0 Q ബൈ x സ്ക്വയർ ഇൻറ്റു dx. ഓക്കെ, ഇത് സ്മോൾ വർക്കാണല്ലേ. അപ്പോൾ ടോട്ടൽ വർക്ക് ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താ? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ total work to bring the positive charge from infinity to point P. അതായത് W is equal to എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഏതിനെ? ഈ DWനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എവിടെ മുതൽ എവിടെ വരെ കൊണ്ടുവരേണ്ട പോയിന്റ്, എനിക്ക് കൊണ്ടുവരേണ്ട ഡിസ്റ്റൻസ് എവിടെയാണ്? ആദ്യം Q എന്ന് പറയുന്ന ചാർജ് എവിടെയാണ്? ഇൻഫിനിറ്റിക്ക് അകലേക്കാണ് അല്ലേ. സോ ഇൻഫിനിറ്റി മുതൽ ഇപ്പം എവിടെ എത്തിക്കണം എനിക്ക്? ഇൻഫിനിറ്റിയിൽ നിന്ന് P എന്ന പോയിന്റ്. ആ P എന്ന പോയിന്റ് Qയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? R ഡിസ്റ്റൻസ് അകലെ. അതുകൊണ്ട് ഞാനിവിടെ R എന്ന് എടുക്കുകയാണ്. ഓക്കെ, P എന്നുള്ളത് പോയിന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പോയിന്റ് എടുക്കാത്തത്. ഡിസ്റ്റൻസ് ആണ് എനിക്ക് എടുക്കേണ്ടത്. ഇൻഫിനിറ്റി എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ആദ്യം Qയിൽ നിന്നും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലെ ഇരിക്കുകയാണ്. ഇപ്പോൾ എവിടെ ഇരിക്കുകയാണ്? അത് P എന്ന പോയിന്റ്. അതായത് P എന്ന പോയിന്റ് Qയിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ. അതുകൊണ്ടാണ് ഞാനിവിടെ R എന്ന് എടുത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് സിമ്പിളായി നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. ഇൻഫിനിറ്റി ടു R, DW ഇവിടെ ഉണ്ടല്ലേ, മൈനസ് ഉണ്ട് 1/4πε0 Q ബൈ x സ്ക്വയർ dx. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി നിങ്ങളിതിനകത്ത് എക്സും ഉണ്ട് DX ഉണ്ട് അല്ലേ. DXനെ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുത്തൂടെ? അപ്പം -Q ബൈ 4πε0 ഞാൻ പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്? ഇൻ്റഗ്രേഷൻ ഓഫ് ഇൻഫിനിറ്റി ടു R 1/x സ്ക്വയർ dx. 1/x എന്ന മുകളിൽ കൊണ്ടുപോയാൽ എന്ത് കിട്ടും? ന്യൂമറേറ്റർ കൊണ്ടുപോയാൽ x⁻² dx എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ഞാനത് സൈഡിൽ എഴുതി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. x⁻n dxൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? x⁻n+1 ഡിവൈഡഡ് ബൈ n+1. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എഴുതിയിരിക്കുന്ന x⁻² dxൻ്റെ ഉത്തരം എന്തായിരിക്കും? x⁻² +1 ഡിവൈഡഡ് ബൈ -2+1. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താ? x⁻²+1 x⁻−1 ഡിവൈഡഡ് ബൈ -1. അതായത് ഈ -1 ന്യൂമറേറ്ററിൽ വന്നാലും ഡിനോമിനേറ്റർ വന്നാലും ഒരുപോലെ അല്ലേ. സോ -x⁻1, അതായത് -1/x എന്ന് എഴുതാമല്ലോ. x⁻−1 എന്ന് പറയുന്നത് 1/x. കണ്ടോ? അപ്പോൾ എന്താ എൻ്റെ ഉത്തരം കിട്ടി? -1/x. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ഉത്തരം നമുക്ക് എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? -Q ബൈ 4πε0. ഇൻ്റഗ്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലിമിറ്റ് ആക്കും നമ്മൾ അല്ലേ. അതിൻ്റെ ഉത്തരം -1/x. ആ മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇത് പ്ലസ് ആവും. ബാക്കി 1/x, where the limit changes from
ഇൻഫിനിറ്റി ടു ആർ. ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്ന ഏത് തൊട്ട് ഏത് വരെയാണ്? ഇൻഫിനിറ്റി മുതൽ ആർ വരെ. ഇനി നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ബാക്കി ചെയ്യാനായിട്ട്. എന്ത് ചെയ്യുക? എക്സിൻ്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് എടുക്കുക മൈനസ് ലോവർ ലിമിറ്റ്. അതായത് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എത്രയാ? പ്ലസ് ക്യൂ ബൈ 4πε0 ഇൻറ്റു അപ്പർ ലിമിറ്റ് 1 എക്സിൻ്റെ സ്ഥാനത്ത് ഏത് കൊടുക്കുക? ആർ കൊടുക്കുക. 1/r മൈനസ് 1/ഇൻഫിനിറ്റി. ഓക്കെ, 1/ഇൻഫിനിറ്റി വാല്യൂ എന്ന് പറയുന്നത് 0 അല്ലേ? അപ്പോൾ എത്ര കിട്ടി? ഡബ്ല്യു ഈസ് ഈക്വൽ ടു കുറച്ച് മോഡിഫൈ ചെയ്ത് എഴുതാണ്. നേരത്തെ നിങ്ങൾ പഠിച്ച ഫോർമുല പോലെ 1/4πε0 ക്യൂ ഉണ്ട് ബൈ ആർ ഉണ്ട്. ഓക്കെ, ഈ വർക്കാണ് ഞാൻ പറഞ്ഞു എന്ത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി എന്നല്ല റെപ്രസെൻറ്റ് ചെയ്യുക. സോ വി ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പ്രധാനമായും നിങ്ങൾ ഓർക്കുക, ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്കേലാർ യൂണിറ്റ് ആണ്, വെക്റ്റർ യൂണിറ്റ് അല്ല. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്കേലാർ യൂണിറ്റ് ആണ്, വെക്റ്റർ യൂണിറ്റ് അല്ല. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം. എന്താ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എസ് ഐ യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? വോൾട്ടാണ് അല്ലേ? പക്ഷേ അതിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത്, സി ജി എസ് യൂണിറ്റ് ഒക്കെ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വോൾട്ട് എന്ന് പറയും. സ്റ്റേറ്റ് വോൾട്ടാണ് അതിൻ്റെ സി ജി എസ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് ആദ്യം തുടക്കത്തിൽ ഈ പാഠത്തിൽ പഠിച്ചത്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വളരെ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞു. എന്താണ്? വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്, വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി നിങ്ങൾക്ക്. ക്യൂ എന്നൊരു ചാർജ് ഇട്ടിരിപ്പുണ്ട്. ആ പോയിന്റിലേക്ക് എന്ത് കൊണ്ടുവരികയാണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഞാൻ കൊണ്ടുവരികയാണ്. എവിടെ നിന്നാണ്? ഇൻഫിനിറ്റിയിൽ നിന്നും പി എന്ന പോയിന്റിലേക്ക്. അങ്ങനെ കൊണ്ടുവരുന്ന വഴിയിൽ ഞാൻ ചെറിയ വർക്ക് കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യാണ് ആ വരുന്ന വഴിയിൽ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഡി എക്സ് ദൂരം അത് സഞ്ചരിച്ചു. അവിടെ ഉണ്ടാകുന്ന ചെറിയ വർക്കിൻ്റെ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ് ആൻഡ് ദ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ, ദെർഫോർ ഐ ആം അപ്ലൈങ് ദിസ് നെഗറ്റീവ് സൈൻ. ഈയുടെ ഫോർമുല നമുക്കറിയാം 1/4πε ക്യൂ ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഇവിടെ എ എന്ന പോയിന്റ് ഡിസ്റ്റൻസ് എക്സ് ആണ്, സോ എക്സ് സ്ക്വയർ. ബാക്കി എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. എവിടെ മുതൽ? ഇൻഫിനിറ്റി മുതൽ ആർ വരെ. പി എന്ന പോയിന്റിലാണ് ഇരിക്കുന്നതെങ്കിലും അതിരിക്കുന്നത് ആർ ഡിസ്റ്റൻസ് അപ്പുറത്തായതുകൊണ്ടാണ് ആർ എന്ന പോയിന്റ് വരെ ഞാനത് ഇൻറ്റഗ്രേറ്റ് ചെയ്തത്. ബാക്കി നമ്മൾ സോൾവ് ചെയ്തു. ഒടുവിൽ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എന്തായിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? വേറൊന്നുമല്ല, വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ കൊണ്ടുവരുന്നതിന് വിളിക്കുന്ന വർക്കിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കണ്ടോ, ഈ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. സോ ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുകൂടി നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? സിമ്പിളായിട്ടോ. ഞാൻ ആ ഫിഗർ വരയ്ക്കുകയാണ്. ഓക്കെ, ക്യൂ എന്നൊരു ചാർജ് ഇട്ടിരിപ്പുണ്ട്. രണ്ട് പോയിന്റ്സ് ഞാൻ എടുക്കുകയാണ്. എ എന്ന പോയിന്റും ഇവിടെ ബി എന്ന പോയിന്റും. ക്യൂവിൽ നിന്നും എയിലേക്ക് R1 ഡിസ്റ്റൻസ് ആണ്. ക്യൂവിൽ നിന്നും ബിയിലേക്ക് R2 ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്താ? പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്നത് ഞാൻ V1 എന്ന് എടുക്കാം കേട്ടോ. എന്താ ഫോർമുല? 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് R1. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് ബി എന്തായിരിക്കും? ബിയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? യെസ്, V2 ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ എത്ര ഡിസ്റ്റൻസാണ്? R2 ആണല്ലോ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ വ്യത്യാസം ഇല്ലേ? അതായത് V1 മൈനസ് V2. അപ്പോൾ എത്ര കിട്ടും? V1 എന്ന് പറയുന്നത് 1/4πε0 ക്യൂ ബൈ R1. V2 എന്ന് പറയുന്നത് 1/4πε0 ക്യൂ ബൈ R2. അതിന് കുറച്ചാൽ പോരെ? രണ്ടിലും കോമൺ ആയിട്ട് 1/4πε0 ഉണ്ട്, ക്യൂ ബൈ 4πε0 ഉണ്ട്, ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ പഠിച്ച കാര്യമാണ് ഇലക്ട്രിക് ഫീൽഡ്. ഈ പാഠത്തിൽ പഠിച്ച പുതിയ ആളുടെ പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സോ നമ്മൾ ആ ബന്ധം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇ ആൻഡ് പൊട്ടൻഷ്യൽ വി. ഇലക്ട്രിക് ഫീൽഡും ഇയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഞാനൊരു ഫിഗറോട് ഞാനിവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഇതെവിടെ ക്യൂ എന്നൊരു ചാർജ് ഇരിപ്പുണ്ട്, എ എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ ഇരിപ്പുണ്ട്, ബി എന്ന് പറയുന്ന പോയിൻ്റ് ഇരിപ്പുണ്ട്. അവർ തമ്മിലൊരു ഡി എക്സ് ഡിസ്റ്റൻസ് നേരത്തെ എടുത്ത് ഞാനിവിടെ ഡി ആർ ഡിസ്റ്റൻസ് എടുക്കുക കേട്ടോ. സോ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ടു മൂവ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചു എന്താ? ഡി ഡബ്ല്യു ഈസ് ഈക്വൽ നേരത്തെ പറഞ്ഞ ഇക്വേഷനാണ് എന്താ? മൈനസ് ഇ ഇൻറ്റു ഡി എക്സ്. ഇവിടെ ഡി ആർ ആയത് കാരണം ഡി ആർ. എങ്ങനെ മനസ്സിലായല്ലോ? സ്മോൾ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ദാറ്റ് ഈസ് ഇ ആൻഡ് ഡി ആർ. ഓക്കെ, ആ ഡി ആർ ഞാൻ എഴുതി, മൈനസ് സൈൻ കൊടുത്തു. എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വർക്ക് തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി വി ഈസിക്കൽ എഴുതാമല്ലോ, സ്മോൾ പൊട്ടൻഷ്യൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ഡി വി ഈസിക്കൽ ടു മൈനസ് ഇ ഇൻറ്റു ഡി ആർ. ക്ലിയർ? സോ വാട്ട് ഈസ് ഇ? ഇ എന്ന് പറയുന്നത് എന്ത് കിട്ടും? മൈനസ് ഇ ഈസിക്കൽ ടു ടി ബി ബൈ ഡി ആർ. സോ ഇ ഈസിക്കൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. കണ്ടോ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ബൈ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയല്ല പറയുന്നത്, അവിടെ പറയുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. എന്താ പറയുക? നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ്. കണ്ടോ, നെഗറ്റീവ് സൈൻ ഉണ്ട്. സോ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഡിസ്റ്റൻസ് എന്ന ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇത് ഭംഗിയായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ് അതിനകത്ത് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്താ? ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ പുതിയ ഇക്വേഷൻ 1/4πε0 Q/R. സ്കെയിലറാണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? തീർച്ചയായും അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a വിളിക്കുന്ന അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡൊക്കെ നമ്മൾ പഠിച്ചു. ആക്സിയൽ പോയിൻറ്റും ഇക്വിറ്റോറിയൽ പോയിൻറ്റും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഭംഗിയായി ഡിസ്കസ് ചെയ്യുണ്ടായി. ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? ഓക്കെ, കുഞ്ഞൊരു ഫിഗർ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫിഗർ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പം ഞാനൊരു ഡൈപോൾ കൺസിഡർ ചെയ്യാം കേട്ടോ. ഇതാണ് എൻ്റെ ഡൈപോൾ. ഏതൊക്കെ ചാർജസ് ഉണ്ട്? പോസിറ്റീവ് ചാർജ് ഇവിടെ പ്ലസ് ക്യൂ ഉണ്ട്, പിന്നെ ഇവിടെ മൈനസ് ക്യൂ ചാർജ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു എ എന്ന പോയിൻ്റാണ് സങ്കല്പിക്കുക, ഇവിടെ ബി എന്നൊരു പോയിൻ്റാണ് സങ്കല്പിക്കുക. അതിൻ്റെ ഇടയിലുള്ള സെപ്പറേറ്റ് ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാം എത്രയാണ്? 2a. സപ്പോസ് ഇതൊരു സെൻറ്റർ പോയിൻ്റാണ് വിചാരിക്കുക, O എന്ന പോയിൻ്റ് അവിടെ സെൻറ്ററാണ് O. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2a ഡിസ്റ്റൻസ് ആണെങ്കിൽ എപ്രകാരമായിരിക്കും അത് ഡിവൈഡ് ചെയ്യുക? ഈ പോയിൻറ്റിനെ എ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ? മൊത്തം ഡിസ്റ്റൻസ് 2a ആണ്. സോ അപ്പുറത്തും ഇപ്പുറത്തും എ ഡിസ്റ്റൻസ് ഇതായിരിക്കും. ഇനി ഞാൻ എൻ്റെ പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണ്. ഞാനത് ആ പോയിൻ്റ് ഇതാ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെയാണ് പി എന്ന പോയിൻ്റ് ഇരിക്കുന്നത് സങ്കല്പിക്കുക. ഈ പി എന്ന പോയിൻ്റ് പ്ലസ് ക്യൂ ചാർജിൽ നിന്നും R1 ഡിസ്റ്റൻസ് അകലെയാണെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അതുപോലെ ഈ പി എന്ന പോയിൻ്റ് ഈ മൈനസ് ക്യൂ എന്ന ചാർജിൽ നിന്നും R2 ഡിസ്റ്റൻസ് അപ്പുറത്താണെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ R1 R2 ടേംസിലല്ല സാധാരണ നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വേഷനിൽ കഴിഞ്ഞ പാഠത്തിൽ ഇലക്ട്രിക് ഫീൽഡൊക്കെ നമ്മൾ ഇക്വേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ആ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് അവിടെ കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഓയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതായത് സെൻറ്ററിൽ നിന്നുള്ള പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ആ ഡിസ്റ്റൻസ് ഞാൻ R എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യാണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പോയിന്റിൽ നിന്നും ഈ സെൻറ്ററിലോട്ടുള്ള R എന്ന് പറയുന്ന ഈ ലൈനിലോട്ട് ഞാനൊരു കണ്ടോ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് ഇങ്ങോട്ട്.
ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുത്ത് നിങ്ങളെവിടെ മീറ്റ് ചെയ്യിപ്പിക്കുക, ഈ പറയുന്ന പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഈ ചാർജ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് മീറ്റ് ചെയ്യിപ്പിക്കുക. അതുപോലെ ഈ ലൈനിനെ, ഈ സെൻട്രൽ കൂടിയുള്ള ഈ ലൈനിനെ ഒന്ന് ചെറുതായിട്ട് നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടോ, ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണേ. അതുപോലെ ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുത്ത് എവിടെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക, നിങ്ങൾ ഈ മൈനസ് ക്യൂ ചാർജിലും എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക. കണ്ടോ. അപ്പോൾ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഫിസിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പല ഡെറിവേഷൻസും മാത്തമെറ്റിക്കൽ ഡെറിവേഷൻസ് ആണ്. മാത്സുമായി വളരെ ബന്ധം പുലർത്തുന്ന ഒന്നാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം മാത്തമെറ്റിക്കൽ ഡെറിവേഷൻസ് ഉപയോഗിച്ചാണ് പല കാര്യങ്ങളും നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പോയിന്റ്, പുതിയ കിട്ടിയ ഈ പോയിന്റ് ഞാൻ സി എന്ന് കൊടുക്കുകയാണ്. ഇവിടെ കിട്ടിയ പുതിയ പോയിന്റ് ഞാൻ ഡി എന്നും കൊടുക്കുകയാണ്. ഓക്കെ, ഫിഗർ ക്ലിയർ ആയല്ല. ഡൈപോൾ ഇരിക്കുകയാണ്, പ്ലസ് ക്യൂ ചാർജ് മൈനസ് ക്യൂ ചാർജ്, സെപ്പറേറ്റ് ഡിസ്റ്റൻസ് 2a, സെൻറ്റർ ഓ ആയത് കാരണം അപ്പുറത്ത് a ഡിസ്റ്റൻസ്. ഇനി ഒ എന്ന പോയിന്റിൽ നിന്നും പി എന്ന പോയിന്റിലെ ഡിസ്റ്റൻസ് ആറാണ്, നമ്മൾ നേരത്തെ എടുക്കുന്നത് അങ്ങനെയാണ്. ഇനി ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ച് പ്ലസ് ക്യൂവിലോട്ടും ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ച് മൈനസ് ക്യൂവിലോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാൻ പഴയതുപോലെ തന്നെയാണ്. അവിടെ ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. പി ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? യെസ്, ക്യൂ ഇൻറ്റു 2a അല്ലെങ്കിൽ 2aq അല്ലേ, ഇൻറ്റു യൂണിറ്റ് വെക്ടർ കൂടി ഉണ്ട്. So we have to find the electric potential at this point P, distant r from the midpoint of the dipole. ആ ഡൈപോളിൽ നിന്നും r ഡിസ്റ്റൻസ് അപ്പുറത്താണെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയുകയാണ്, ഈ പി എന്ന പോയിന്റിൽ പ്ലസ് ക്യൂ കാരണം ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ദിസ് പോസിറ്റീവ് ക്യൂ ചാർജ്? നിങ്ങൾക്ക് ഭംഗിയായി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. വി പ്ലസ് എന്ന് ഞാൻ എടുക്കുക കേട്ടോ. വി പ്ലസ് ഈസ് ഈക്വൽ ടു ഫോർമുല 1/4πε0 ക്യൂ ചാർജ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? R1 ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി മൈനസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് കാരണമുള്ളത്. എങ്ങനെ എഴുതാം? വി മൈനസ് ഈസ് ഈക്വൽ ടു 1/4πε0. അവിടുത്തെ ചാർജ് മൈനസ് ക്യൂ അല്ലേ, സോ മൈനസ് ക്യൂ ബൈ R2. ക്ലിയർ? അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ സം ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു വി പ്ലസ് പ്ലസ് വി മൈനസ്. വി പ്ലസിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, വി മൈനസിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? 1/4πε0 ക്യൂ ബൈ R1 പ്ലസ് ദിസ് വാല്യൂ. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഞാൻ മൈനസ് പുറത്തെടുത്തു. ബാക്കി 1/4πε0 ക്യൂ ബൈ R2. ക്ലിയർ? ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? ക്യൂ ബൈ 4πε0. So Q by 4πε0 into 1/R1 minus 1/R2. ഓക്കെ, തീർന്നില്ല. നമ്മുടെ R1ലും R2ൻ്റെ ടേമിലല്ല നമ്മുടെ ആൻസർ സാധാരണ കിട്ടുന്നത്, ആറിൻ്റെ ടേമിലാണ്. അതുകൊണ്ട് R1നെയും R2വിനെയും ഞാൻ ആറിൻ്റെ ടേംസിലോട്ട് ഞാൻ മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ഫിഗർ അല്ലേ, ഈ ഒരു ഫിഗറിൽ ഈ ഓന്ന പോയിൻ്റ് ഉണ്ട്. ഈ ഓന്ന പോയിൻ്റ് തീറ്റ ആംഗിളിലാണ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫിഗറിൽ എന്താ R1 എന്ന് പറയുന്നത്? ഇത്രയും ഡിസ്റ്റൻസാണ് R1 എന്ന് പറയുന്നത് അല്ലേ. ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ R1 എന്ന് പറയുന്നത് എത്രയാണ്? ഇത്രയും ഡിസ്റ്റൻസ് R ആണ്. ആറിൽ നിന്നും ഈ O എന്ന പോയിൻ്റാണ് അല്ലേ, അത് OC കുറയ്ക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസും ഈ പി എന്ന പോയിന്റിൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് പറയാം? R1 ഈസ് ഈക്വൽ ടു ഇതോട്ട് ഇതൊരു ഡിസ്റ്റൻസ് R അല്ലേ, R മൈനസ് OC എന്ന് പറഞ്ഞൂടെ അല്ലേ. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ R1 പ്ലസ് OC, ഇതോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസാണ് R1, ഇതോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസാണ് OC എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? ഇത്രയും ഡിസ്റ്റൻസ് ആറിന് തുല്യമായിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത്രയും ഡിസ്റ്റൻസ് R1 എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം ഡിസ്റ്റൻസ്, അതായത് ഇതോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് R മൈനസ് OC അല്ലേ. ഇതോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസും ഇതോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസും ഏകദേശം എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ R1 ഈസ് ഈക്വൽ ടു എത്ര പറയാം? R മൈനസ് OC എന്നെനിക്ക് പറയാം. ഓക്കെ, അതായത് R മൈനസ് OC എന്ന് പറയുന്നത് R മൈനസ് ഈ ട്രയാങ്കിളിൽ നിന്ന് ഇവിടെ നോക്കിയേ, OBC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്നും OC എന്ന് പറയുന്നത് A കോസ് തീറ്റ എന്ന് നമുക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് സംശയം വന്നു കാണും, അത് ഞാൻ പറഞ്ഞുതരാം, വേറൊന്നുമില്ല. ഓക്കെ, ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ട്രയാങ്കിൾ ഞാൻ ഇവിടെ എടുക്കുകയാണ്. അപ്പം R1 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. R1 എന്ന് പറയുന്നത് ഇതോട്ട് ഇതൊരു ഡിസ്റ്റൻസ് ആണ്, അതും ഏതും തുല്യമായിരിക്കും?
ഇത്രയും ഡിസ്റ്റൻസ് പി സി ഡിസ്റ്റൻസും, അതായത് പി സി ഡിസ്റ്റൻസും ഈ പറയുന്ന പി ബി ഡിസ്റ്റൻസും തുല്യമായിരിക്കും അല്ലേ? ഈ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ R1 എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് R ആണ്, R മൈനസ് ഒ സിക്ക് തുല്യമാണ്. ഇനി ഒ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? എ കോസ് തീറ്റ. അതെങ്ങനെ കിട്ടും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലേ, ആ ട്രയാങ്കിൾ ഞാനൊന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഒരിക്കൽ ഇവിടെ നിൽക്കിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ 90 ഡിഗ്രിയാണ് കേട്ടോ, ഞാൻ വരച്ചപ്പോൾ ഏകദേശം 90 ആയിട്ടില്ല. ഓക്കെ, 90 ഡിഗ്രിയാണ്. ഒ ബി സി ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ആണ്. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഈ ട്രയാങ്കിളിൽ കോസ് തീറ്റ എന്ന് പറയാമോ? വാട്ട് ഈസ് കോസ് തീറ്റ? നിങ്ങൾക്കറിയാം കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് തീറ്റ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് കോസ് തീറ്റ എന്ത് കിട്ടും? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒ സി അല്ലേ? സോ ഒ സി ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് ഏതാണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് എ. അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒ സി ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ. ഇവിടെ കിട്ടിയോ? ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ എ കോസ് തീറ്റ എന്ന് കിട്ടുന്നത്. അപ്പോൾ R1 കിട്ടി, നിങ്ങൾക്ക് എത്ര കിട്ടി? എ കോസ് തീറ്റ. അതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, ഈ ഫിഗറിൽ നിന്നും ഇതോട്ട് ഇതുവരെ ഡിസ്റ്റൻസ്, അതായത് R2 എന്ന് പറയുന്നത് R പ്ലസ് എത്രയായിരിക്കും? യെസ്, ഒ ഡി. R2 എന്ന് പറയുന്നത് ഈ പി എന്ന പോയിന്റിൽ നിന്നും എ എന്ന ചാർജിലെ ഡിസ്റ്റൻസും ഈ പി എന്ന പോയിന്റിൽ നിന്ന് ഡി എന്ന പോയിന്റിലെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് R2 എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയാണ്? ഇതോട്ട് ഒ എന്ന പോയിന്റ് ഒരു R ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ബാക്കി ഡിസ്റ്റൻസ് ഡി, ഒ ഡി. സോ R പ്ലസ് ഒ ഡി. നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ എടുത്തല്ലേ, അതുപോലെ ഇവിടെ ട്രയാങ്കിൾ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാതെ നോക്കാമെന്നുള്ളേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നില്ല, ഓൾറെഡി ഞാനൊരു ട്രയാങ്കിൾ ചെയ്ത് കാണിച്ചു തന്നു. R2 ഈസ് ഈക്വൽ ടു R പ്ലസ് എ കോസ് തീറ്റ എന്ന് കിട്ടും. കണ്ടോ? R1നും R2നും നിങ്ങൾക്ക് ആറിൻ്റെ ടേംസിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ? വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 1/R1 മൈനസ് 1/R2. എന്താ R1 എന്ന് പറയുന്നത്? ഓൾറെഡി കിട്ടി. എത്രയാ? R മൈനസ് എ കോസ് തീറ്റ. R2 എന്ന് പറയുന്നത് R പ്ലസ് എ കോസ് തീറ്റ. അവിടെ കൊടുക്കാമല്ലോ. സോ 1 മൈനസ് R മൈനസ് എ കോസ് തീറ്റ മൈനസ് 1/R പ്ലസ് എ കോസ് തീറ്റ. ഓക്കെ, ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 R പ്ലസ് എ കോസ് തീറ്റ മൈനസ് R മൈനസ് എ കോസ് തീറ്റ, മൈനസ് ഓഫ് മൈനസ് ആർ ആർ. അടുത്ത് വീണ്ടും മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് എ കോസ് തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ, മനസ്സിലായോ? 1 ഇൻറ്റു ആർ പ്ലസ് എ കോസ് തീറ്റ ഞാനിവിടെ എഴുതി, മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് എ കോസ് തീറ്റയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റ് അല്ലേ? എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ ആർ പ്ലസ് എ കോസ് തീറ്റ ഇൻറ്റു ആർ മൈനസ് എ കോസ് തീറ്റയാണ്. എന്താ കിട്ടുക? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ക്ലിയർ? ഇനി ഇവിടെ നോക്കിയേ, ആർ മൈനസ് ആർ ക്യാൻസൽ ചെയ്യാമല്ലോ. പിന്നെന്തുണ്ട്? എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ എത്രയാണ്? 2a കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് എഴുതാം. വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇവിടെ ഉണ്ടല്ലേ. സോ ക്യൂ ബൈ 4πε0 ഇൻറ്റു എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കിയേ, നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പഠിച്ച ഫോമുലയാണ് 2aq. എന്തിൻ്റെ ഇക്വേഷനാണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഇക്വേഷനാണ് അല്ലേ. സോ വി ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാം, 1/4πε0 ഇൻറ്റു 2aq എന്ന് പറഞ്ഞാൽ പി അല്ലേ, പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇനി ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയുകയാണ്, കഴിഞ്ഞ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻസിലെല്ലാം നമ്മളെടുത്തൊരു അസംഷനാണ്, ഇഫ് ആർ സ്ക്വയർ very much greater than a square, what can we do? A square can be neglected. A square നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫോമുല എന്ത് കിട്ടും? v is equal to 1/4πε0 p cos theta by a square ടേം നെഗ്ലക്റ്റ് ചെയ്താൽ ആ ടേം അങ്ങ് പോയില്ലേ. സോ ബൈ
ആർ സ്ക്വയർ. കണ്ടോ, ഇവിടെ യൂണിറ്റ് വെക്ടർ ഒന്നും ഇല്ല, കാരണം ഇത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല നമുക്ക് കിട്ടി 1/4πε0 പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ എന്നുള്ളതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിൾ ഡെറിവേഷനാണ്. ഫിഗർ കാണുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നും. 1-2 വട്ടം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭംഗിയെ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഫിഗർ ഭംഗിയെ നോക്കുക, ഞാൻ പറഞ്ഞു, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക, എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ മനസ്സിലാകത്തുള്ളൂ. എങ്ങനെയാണ് ട്രയാങ്കിൾ എടുത്തത് എന്നുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും അത് പറഞ്ഞുതരാം. അവസാനം നമുക്ക് കിട്ടിയ ഫോർമുല ഓർത്ത് വയ്ക്കുക. എന്താ നമുക്ക് കിട്ടിയ ഫോർമുല എന്ന് പറഞ്ഞാൽ V = S 1/4πε0 ഇപ്പോൾ പറഞ്ഞു പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ 2 കേസസ് എടുക്കുകയാണ്, സ്പെഷ്യൽ കേസസ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? ആക്സിയൽ ലൈനിൽ തീറ്റ എന്ന് പറയുന്നത് നേരത്തെ പഠിച്ചു നമ്മൾ. എത്രയാണ് ആക്സിയൽ ലൈൻ? എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ ഡൈപോൾ ഇരിക്കുന്നതിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ആക്സിയൽ ലൈൻ. തീറ്റ 0 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ് 0 എത്രയാണ്? 1 അല്ലേ? സോ V = എന്ത് കിട്ടും നിങ്ങൾക്ക്? 1/4πε0 പി കോസ് തീറ്റ, ദാറ്റ് ഈസ് പി കോസ് 0 എത്രയാണ്? 1. സോ പി ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. കണ്ടോ, ഇതാണ് ആക്സിയൽ ലൈനിലെ പോയിന്റ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഇക്വറ്റോറിയൽ ലൈനിൽ എന്തായിരിക്കും? ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുമ്പോൾ അവിടെ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്. തീറ്റ 90 ആണെങ്കിൽ കോസ് 90 എത്ര? 0 അല്ലേ? സോ V = എത്ര കിട്ടും? 0 കിട്ടും. എന്ത് മനസ്സിലായി? ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓഫ് ദ ഡൈപോൾ ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഹാവിംഗ് പൊട്ടൻഷ്യൽ 0 എന്നാണ് എൻ്റെ അർത്ഥം. ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓഫ് ദ ഡൈപോൾ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ 0 ഉള്ള ഒരു ഈക്വൽ പൊട്ടൻഷ്യലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും നമുക്ക് കിട്ടും. അപ്പം ഇക്വറ്റോറിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0. പക്ഷേ ആക്സിയൽ ലൈനിൽ എത്രയുണ്ട്? 1/4πε0 പി ബൈ ആർ സ്ക്വയർ ആണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. എന്താണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോൺ വോൾട്ട് ഓർ ഡിഫൈൻ ഇലക്ട്രോൺ വോൾട്ട്? എന്താണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്? പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ഇലക്ട്രോൺ വോൾട്ട്? ഇതിന് ജൂളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, സ്മോളർ യൂണിറ്റ് ഓഫ് എനർജി. എനർജിയുടെ സ്മോളർ യൂണിറ്റ് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനർജി അക്വേർഡ് ബൈ ആൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. എന്താണ് എനർജി അക്വേർഡ് ബൈ ആൻ ഇലക്ട്രോൺ? ഒരു ഇലക്ട്രോൺ ഉണ്ട് എനർജി എപ്പോഴാണ്? വെൻ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. ഞാൻ അവിടെ ഒരു 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ ഒരു ഇലക്ട്രോണിന് ലഭിക്കുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം V = എന്താണ്? W/Q നമ്മൾ പഠിച്ചല്ലേ? സോ എനർജി വർക്ക് ഒന്ന് തന്നെയല്ലേ? സോ W = V × Q അല്ലെങ്കിൽ Q × V. അതായത് Q എന്താണ്? 1.6 × 10⁻⁻⁹. ഓക്കെ, ഇൻറ്റു പൊട്ടൻഷ്യൽ എത്രയാണോ എന്ന് പറഞ്ഞല്ലേ? അതായത് ആ വർക്ക് 1.6 × 10⁻⁻⁹ ജൂൾ എന്നിട്ട് ആ വർക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1.6 × 10⁻⁻⁹ ജൂളാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ക്ലിയർ ആയല്ലോ? എന്താ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എനർജി അക്വേർഡ് ബൈ ആൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അവസാനം ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? എല്ലാം റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പ്രസന്റ് പൊസിഷൻസ്. ഇപ്പോൾ ഇരിക്കുന്ന ആ പൊസിഷനിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കിനെ വിളിക്കുന്ന വേറൊരു പേര് തന്നെയാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ നിങ്ങൾ ആ കാര്യങ്ങൾ പഠിക്കും.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ സിംഗിൾ ചാർജും 2 ചാർജും ഇലക്ട്രിക് ഫീൽഡുള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തും എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള ഒരു വ്യത്യസ്തത മാറുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഭംഗിയായി ഹൃദയസ്ഥമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയ ഈ പാഠത്തിൽ പഠിച്ചു തുടങ്ങിയത് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. എന്താ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. V is W by Q. ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. V is equal to 1/4πε0 Q by R എന്ന് പറഞ്ഞ് പഠിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഇലക്ട്രിക് ഫീൽഡും ഇയും പൊട്ടൻഷ്യൽ വിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിക്കുകയുണ്ടായി. E is equal to -dV/dr, അതായത് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണെന്ന് പറഞ്ഞത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ് നമ്മൾ അറിയേണ്ടായി. ഒടുവിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യൽ, അതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു. V is equal to 1/4πε0 P cos θ by R² എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനും അതിൻ്റെ രണ്ട് കണ്ടീഷൻസ്, ആക്സിയൽ പോയിന്റിൽ എത്രയാണ്, ഇക്വറ്റോറിയൽ പോയിന്റിൽ എത്രയാണ്. ആക്സിയൽ പോയിന്റിൽ വാല്യൂ ഉണ്ട് 1/4πε0 P by R², പക്ഷേ ഇക്വറ്റോറിയൽ പോയിന്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇല്ല, അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. പിന്നെ രണ്ട് കോൺസെപ്റ്റ് പഠിച്ചു. എന്താണ് ഇലക്ട്രിക് വോൾട്ട്? ഇലക്ട്രോൺ വോൾട്ട് പറഞ്ഞാൽ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് എനർജിയാണ് ഇലക്ട്രോൺ വോൾട്ട്. എന്താ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എനർജി അക്വേർഡ് ബൈ എൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ആക്സിലേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.6 × 10⁻⁹ ജൂൾ തന്നെയാണ്. ഒടുവിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് പറഞ്ഞു. എന്താ? സിസ്റ്റം ഓഫ് ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ ഓഫ് എനർജി. കുറേ ചാർജസ് ഒരുമിച്ചിരിക്കുകയാണ്, അതാണ് സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ദെയർ പ്രസൻറ്റ് പൊസിഷൻ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്.